ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ട്രാവൽ വിത്ത് AR. ഇനി നമ്മൾ നേരെ പോണത് നമ്മളെ ഫ്രഷപ്പ് ആവാൻ നമ്മുടെ റൂമിലേക്കാണ്. നമ്മളെ കൂട്ടാനുള്ള ആൾ വന്നില്ല. കൂടുതൽ ബാഗ് ഉണ്ടല്ലേ. അവിടെ മണാലിയിലോ ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ. ഇല്ല ഇവിടെ എന്നോട് പറഞ്ഞിട്ടൊന്നും ജീവിക്കാൻ എങ്ങനെയുണ്ട്? പൈസ കൊണ്ടല്ല, അല്ലാതെ ഈ ജനങ്ങളൊക്കെ എന്താ അവസ്ഥ? നമ്മുടെ ഈ ഡൽഹിയിലെ ലൈഫും കാര്യങ്ങളെ പറ്റിയൊക്കെ നമ്മൾ അവരോട് ചോദിക്കുകയാണ് എന്തൊക്കെയാണ് അവിടുത്തെ അവസ്ഥകളെന്നൊക്കെ. പിന്നെ ഡൽഹിയിലെത്തുമ്പോൾ നമ്മൾ റോഡിലൂടെയൊക്കെ നടക്കുമ്പോൾ ഒക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം. നമ്മുടെ ഫോണും നമ്മുടെ ബാഗും എല്ലാം നന്നായിട്ട് ശ്രദ്ധിക്കണം. കാരണം പിടിച്ചു പറിക്കുന്ന കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളെ ഡൽഹി ജില്ലുണ്ടാവും. ആ കാണുന്ന കേട്ടോ, രാഷ്ട്രപതി ഭവന് നേരെ അതാണത്. അതിന്റെ എൻട്രി ആണത് ഈ കാണുന്നത്. ഇപ്പൊ ഈ രാഷ്ട്രപതി ഭവന്റെ നേരെ കണ്ടില്ല നമ്മളൊരു, അതായത് ഈ എംബസി കാര്യങ്ങള്, MP-മാരെ സ്റ്റേ ഒക്കെ ഈ ഒരു ഏരിയയിലാണ് വരുന്നത്. അവിടെ അത്യാവശ്യം ഹൈ സെക്യൂരിറ്റി ഏരിയ. ഓടിക്കഴിഞ്ഞാൽ ഒരു വണ്ടി മാറ്റും. അങ്ങനെ കിട്ടുന്ന വണ്ടിയൊക്കെ ആണെങ്കിൽ. അപ്പോൾ അത് നമ്മൾ നമ്മുടെ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ റെസ്റ്റ് ചെയ്യും, അതുപോലെ തന്നെ ഫ്രഷപ്പായി ഫുഡൊക്കെ ഒന്ന് കഴിച്ച് സെറ്റാവും. നൈറ്റാണ് നമ്മുടെ മണാലിയിലേക്കുള്ള ബസ് ഉണ്ടാവുക. അപ്പോൾ അതുവരെ നമ്മൾ ഇവിടെ ഒന്ന് റെസ്റ്റ് ചെയ്യും. അപ്പം ഇവിടെ നമ്മുടെ ലഗേജ് കീപ്പ് ചെയ്യാനും ഫ്രഷ് ആവാനും അപ്പോൾ തന്നെ കുറച്ച് റെസ്റ്റ് എടുക്കാനും. മെയിനായിട്ട് നമ്മൾ ട്രെയിനിൽ നിന്ന് ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതായിരുന്നു ഫുഡ്. അതുപോലെ ഇവിടെ നിന്ന് മീൽസ് നമ്മൾ പറഞ്ഞ് വരുത്തിച്ചിട്ടുണ്ട്. അപ്പോൾ മീൽസിൽ വരുന്ന റൈസും ചപ്പാത്തിയും പനീറും കേടും സാലഡും പരിപ്പ് കറിയും പപ്പടമൊക്കെയാണ്. 2 ദിവസം റൈസൊന്നും കഴിക്കാത്തതുകൊണ്ട് എക്സൈറ്റ്മെൻറ്റ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ആൻഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാം. അപ്പോൾ 2 ദിവസത്തെ ചപ്പാത്തിയും പത്തിരിയും ചിക്കനും എടുത്തതിന് ശേഷമാണ് ഞങ്ങൾ ഈ ഫുഡ് കഴിക്കുന്നത്. വേറെ ഒന്നും ഞങ്ങൾ ട്രെയിനിൽ നിന്ന് വാങ്ങി കഴിച്ചിട്ടില്ല. ഫ്രൂട്ട്സ് കഴിച്ചു എന്നല്ലാതെ വേറെ അങ്ങനത്തെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഈ മീൽ ഞങ്ങൾക്ക് എന്തായാലും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പനീറും അതുപോലെ തന്നെ പരിപ്പും ഒക്കെ രസമുണ്ടായിരുന്നു. അങ്ങനെ നൈറ്റായപ്പോൾ നമ്മൾ ഹോട്ടൽ അക്ബർ പാലസിൽ നിന്ന് പോവുകയാണ്. നമ്മുടെ ക്യാബിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ക്യാബ് വന്നു. ഇനി നമുക്ക് നമ്മുടെ ബസ്സിൽ കയറണം. ബസ് 7 o'clock ബസ്. പക്ഷേ കുറച്ചൊക്കെ ലേറ്റ് ആയിരുന്നു. അപ്പോൾ നമ്മളും ലേറ്റ് ആയിട്ടാണ്, ആ ബസ്സിൻ്റെ ടൈമിനാണ് പോയത്. 7:30 ഒക്കെ ആയപ്പം. അപ്പോൾ ഇതേ ഈ സ്കാനിയ ബസ്സിലാണ് നമ്മൾ പോകുന്നത്. അതിന് മുമ്പ് നമുക്ക് ഒരുപാട് ലഗേജ് ഉള്ളതുകൊണ്ട് അതൊക്കെ ഈ ഡിക്കിയിൽ സെറ്റാക്കി വെച്ചു. അതിന് ശേഷമാണ് നമ്മൾ കയറുന്നത്. ഒരുപാട് വേറെയും പാക്കേജിലുള്ള ആൾക്കാർ ഈ ബസ്സിലുണ്ട്. അപ്പോൾ നല്ല സൗകര്യമുള്ള ബസ്സാണ്, നല്ല സെമി സ്ലീപ്പർ നല്ല ബസ്സാണ്. ഇന്നത്തെ ഉറക്കമെല്ലാം ഈ ബസ്സിനകത്തായിരിക്കും. അങ്ങനെ നമ്മൾ മോർണിംഗ് ആയിരിക്കും ഹിമാചൽ പ്രദേശ് എത്തുന്നത്, മണാലി എത്തുന്നത്. അപ്പോൾ ഇതാ ഞങ്ങളുടെ സീറ്റും റെഡി ആയിട്ടുണ്ട്. ഫ്രണ്ടിലെ സെക്കൻഡ് സീറ്റിലാണ് ഞങ്ങൾ ഇരുന്നത് കേട്ടോ. ആൻഡ് നല്ല ബ്ലോക്കായിരുന്നു. കുറച്ച് ലേറ്റ് ആവുമെന്നാണ് പറഞ്ഞത് മോർണിംഗ് എത്താൻ വേണ്ടിയിട്ട്. ഇനി അവിടെ എത്തിയിട്ട് കാണാം. ബൈ.